وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العظيم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വേദിയിലിരിക്കുന്ന ഉസ്താദുമാരെ, കാരണവന്മാരെ, ഉമ്മ പങ്ങന്മാരെ, പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, വളരെ മഹത്തായ ഒരു മജ്ലിസിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 40 ദിവസത്തോളമായി നമ്മുടെ മഹല്ലത്തിലെ മുഴുവൻ പള്ളികളിലും മൗലിദ് പാരായണം മഗ്രിബിന്റെ ശേഷം അല്ലെങ്കിൽ ഇശാഇന്റെ ശേഷമൊക്കെ ആയിട്ട് നടത്തി വരുന്നു. അതിന്റെ ഒരു സമാപനാണ് ഇന്ന്. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു മാസം മൗലിദ് പാരായണം ചെയ്തു. അതിന്റെ ശേഷം 10 ദിവസം റബീഉൽ ആഖിർ ഗൗസുൽ ആലം മശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരുള്ള മൗലിദ് പാരായണം ചെയ്തു. ഇന്നത്തോടു കൂടെ ഈ 40 ദിവസത്തെ മൗലിദ് നമ്മൾ നിർത്തുകയാണ്. അള്ളാഹു അടുത്ത കൊല്ലവും ഇതുപോലെ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ സന്തോഷമുണ്ട്. നമ്മൾ യാസീനെ ഓതി ഇനി ദുആഇന് കാത്തിരിക്കണം. അതിന്റെ മുമ്പ് അല്പനേരം ഇഷ്ഖ് മജ്ലിസ് നമുക്കറിയാം. വളരെ സന്തോഷത്തോടു കൂടെയാണ് നമ്മുടെ മഹല്ല് ഈ വർഷത്തെ നബിദിനാഘോഷവും അതിനോടനുബന്ധിച്ച് എല്ലാ പരിപാടികളും നടത്തിയത്. നമ്മുടെ നാട്ടിലെ കാരണവന്മാരും നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട യുവാക്കളും വിദ്യാർത്ഥികളും എന്തിനേറെ പ്രവാസികൾ വരെ നാട്ടിൽ വന്ന് നമ്മുടെ ഈ മഹല്ലത്തിലെ ഈ വർഷത്തെ നബിദിനാഘോഷത്തിൽ പങ്കെടുക്കുകയും പ്രവാസികളൊക്കെ കുറെ ആളുകൾ തിരിച്ചു പോവുകയൊക്കെ ചെയ്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അതേപോലെ മഹല്ല് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ മഹല്ലത്തിൽ 5 സ്ഥലങ്ങളിലായി ഇഷ്ഖ് മജ്ലിസ് സംഘടിപ്പിച്ചു. അതിന്റെ സമാപനം കൂടിയാണെന്ന്. അതുകൊണ്ടാണ് ആദ്യം മൗലിദ് ഓതിയത്, ഇനി ഇഷ്ഖ് മജ്ലിസിന്റെ സമാപനം എന്ന് പറഞ്ഞത്. ഇഷ്ഖ് മജ്ലിസ് 5ാമത്തെ ഇഷ്ഖ് മജ്ലിസാണ് ഈ നടത്തുന്നതോടെ. 1നെ അപേക്ഷിച്ച് 2ൽ ജനപങ്കാളിത്തം കൂടി, 3ൽ വീണ്ടും കൂടി, 4ൽ വീണ്ടും കൂടി, 5ൽ വീണ്ടും കൂടി. എന്ന് വെച്ചാൽ എല്ലാ ആളുകളും, നമ്മുടെ മഹല്ലത്തിലെ മുഴുവൻ ആളുകളും, സ്ത്രീകളും പുരുഷന്മാരൊക്കെ സജീവമായി അതിലേക്ക് സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട്
എന്തിനും റെഡിയായി, എത്ര അരിവാണെങ്കിലും മാംസമാണെങ്കിലും കാശുവാണെങ്കിലും തരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എനിക്കറിയാൻ കഴിഞ്ഞത് ഓരോ ഇഷ്ക് മജ്ലിസ് കഴിയുമ്പോഴും അടുത്തത് വരുമ്പോൾ അതിനാ പ്രദേശത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി കഴിവിന്റെ പരമാവധി 5000-ഉം 10,000 ഒക്കെ ഓഫർ ചെയ്തുകൊണ്ട് ഒരു വിഷമവും ഇല്ലാതെ പ്രയാസമില്ലാതെ നമ്മുടെ ഇഷ്ക് മജ്ലിസ് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബ്ബത്തിന്റെ ഇഷ്കിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.